ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇൻഫോ ക്യാമ്പസ് പ്രൊവൈഡ് ചെയ്യുന്ന പുതിയ ഒരു ഫ്രീ പ്രോഗ്രാമിനെ പറ്റി എല്ലാവരിലേക്കും അവയർനെസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രോഗ്രാം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക CCNA പഠിച്ചു കഴിഞ്ഞ്, അതായത് CCNA കോഴ്സ് കംപ്ലീഷൻ കഴിഞ്ഞ് നല്ലൊരു കമ്പനിയിലേക്ക് ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളൊരു ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു ജോബ് നോക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു പുതിയ CCNA എടുത്തൊരു പുതിയൊരു ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എങ്ങനെയാണ് ഈ ഫ്രീ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിനിടക്കായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം മാത്രമല്ല ഇത് കൂടുതൽ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി, കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിലേക്കും ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ, അതായത് ഈ ഒരു ഫ്രീ CCNA ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സിൻ്റെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇൻ്റർവ്യൂ പാസ്സാവാം എന്നതിൻ്റെ എല്ലാ സീക്രട്ടുകളും, അതിന് പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യണമോ എല്ലാ സീക്രട്ടുകളും റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്താണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ റിലവൻസ്, എന്താണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഹൈ കോമ്പറ്റീഷൻ ഇൻ ദ ജോബ് മാർക്കറ്റാണ്. അതായത് പ്രത്യേകിച്ച് നിങ്ങളൊരു ഫ്രഷർ ജോബിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 10 പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്, 10 പോസ്റ്റാണ് ആ ഒരു കമ്പനിയിലുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിലോ ചെന്നൈയിലൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് പോയി നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും 10 ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഇൻ്റർവ്യൂവിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ചിലപ്പോൾ 100 പേരോ 200 പേരൊക്കെ വന്നിട്ടുണ്ടാവും. അത് നല്ലൊരു കമ്പനിയാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പം അങ്ങനെയുള്ള ആ ഒരു എൻവയോൺമെൻറ്റിൽ ഹൗ ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ ക്രൗഡ്, നമുക്ക് എങ്ങനെ അതിനകത്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് അതിനകത്തുള്ള ബെസ്റ്റ് സ്റ്റുഡൻസിൽ ഒരാളായി മാറാം, അത് നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ബിൽഡിങ് ഇൻ്റർവ്യൂ കോൺഫിഡൻസ് ആണ്. നമുക്ക് ചിലപ്പം നമ്മളുടെ എന്താ പറയുക, ഒരു നെർവസ്നെസ്സിന് കൊണ്ടോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ കൊണ്ടൊക്കെ നമുക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇങ്ങനത്തെ പ്രോഗ്രാംസിൽ നിങ്ങൾ പങ്കെടുക്കുന്നതോടുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മോക്ക് ഇൻ്റർവ്യൂസിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ആവുന്നുണ്ടാവും. ഓക്കെ, അതാണ് നമുക്ക് ഏറ്റവും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ദ റിക്രൂട്ടേഴ്സ് എക്സ്പെക്റ്റേഷനാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് CCNA കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ CCNA നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ടുണ്ടാവാം. അപ്പം പക്ഷേ ജസ്റ്റ് ഒരു കമ്പനി നോക്കുന്നത് നിങ്ങൾ സർട്ടിഫൈഡ് ആണോ, നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റഡ് ആണോ എന്നുള്ളതല്ല. അവർക്ക് ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഫണ്ടമെൻ്റൽസൊക്കെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങൾ റിയൽ എക്യുപ്മെൻറ്റ്സിൽ നിങ്ങളത് വർക്ക് ചെയ്തിട്ടുണ്ടോ, പിന്നെ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടോ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടോ എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നല്ലതാണോ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ആയിരിക്കും ആ കമ്പനീൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കമ്പനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെ ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി, എംപ്ലോയേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്, അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഇൻ്റർവ്യൂവിൽ നമ്മൾ പറയുന്നുണ്ടാവും. പിന്നെയുള്ള ഒരു പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് ഇൻ്റർവ്യൂസ് ആൻഡ് റിയൽ ടൈം സിനാരിയോസ്. അതായത് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ഇൻ്റർവ്യൂസൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല റിയൽ ടൈം സിനാരിയോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അതുകൂടാതെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഇൻ്റർവ്യൂ പാനൽസിൽ ഓൾറെഡി ഉള്ള ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്സ്, ഇൻഡസ്ട്രി എക്സ്പേർട്സ് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ചില സെഷൻസിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും,
നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിയൽ ഇൻ്റർവ്യൂ തന്നെ അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രതീതി നിങ്ങൾക്ക് കിട്ടുകയും, അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂസൊക്കെ എന്ന് പറയുന്നത് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഒറിജിനൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ടഫായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ആക്ച്വൽ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് മിക്കവാറും കേസിൽ ഈസി ആയിട്ട് മാറാനാണ് സാധ്യത. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ കാൻഡിഡേറ്റിന് ജോലി കിട്ടാൻ സാധിക്കും. അപ്പോൾ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ നിങ്ങൾ ക്രാക്ക് ചെയ്ത് ആ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് അത്രയും നിങ്ങൾക്ക് കൂടും. പിന്നെ കൂടുതൽ ഹയർ പൊസിഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് വളരെ ബൂസ്റ്റപ്പ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു ജോബ് നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ മാത്രമല്ല ഇൻഡസ്ട്രി റിലവൻറ്റ് നോളജ്, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ CCNA കഴിഞ്ഞു, ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് SD-WAN പറ്റി ചിലപ്പോൾ തീരെ നോളജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഫയർവാൾ ടെക്നോളജീനെ പറ്റി നോളജില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് അവയർനെസ്സും നോളജുകൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ഈ ഒരു ഫ്രീ ക്ലാസ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് നമ്പറുണ്ട്. ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്സപ്പിലേക്ക് നിങ്ങൾ ഇൻഫോ ക്യാമ്പസ് ജോബ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്നുള്ളതിൻ്റെ ഒരു കോഡായിട്ടുള്ള IJIP എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. അപ്പം അതിൻ്റെ ഫർദറായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾ ഒരു രൂപ പോലും മുടക്കേണ്ടാത്തൊരു പ്രോഗ്രാമാണ്. മാത്രമല്ല നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ നമ്മൾ ചെയ്യുന്നത് മലയാളത്തിലാണ്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസിനും മലയാളി സ്റ്റുഡൻസിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതിപ്പോൾ ഫസ്റ്റ് ലെവലിൽ നമ്മൾ CCNA ജോബ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പയ്യെ ബാക്കിയുള്ള ഫീൽഡിലേക്കും നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ. അതായത് ഫയർവാളിൻ്റെ ജോബ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്, സൈബർ സെക്യൂരിറ്റീൻ്റെ ജോബ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്, CCIE ലെവലുള്ള ജോബ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്, അങ്ങനെ മൾട്ടിപ്പിൾ ക്ലൗഡിൻ്റെ ജോബ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്, അങ്ങനെ ലേറ്റസ്റ്റ് ടെക്നോളജികളുടെ എല്ലാത്തിൻ്റെയും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ മാക്സിമം ഇത് വിജയിപ്പിക്കാൻ വേണ്ടി, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പും സപ്പോർട്ടും കൂടിയേ തീരുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻസ് ഇടുക, നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻസായിട്ടത് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോരോ കമൻസുമാണ് ഞങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വ്യൂയിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.